ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിട്ടുണ്ട്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് യൂട്യൂബർ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്സി പോലീസിന്റെ പിടിയിലായത്. ഇംതിയാസ് വിവരങ്ങൾ. നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ബ്ലസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നേരത്തെ കൂട്ടി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിമാൻഡ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോ ചോദ്യം ചെയ്യാനായിട്ട് അറസ്റ്റ് ചെയ്ത് ഇനിയിപ്പോ നാളെ ജയിലിലേക്ക് ആക്കും. 114 കോടി രൂപയുടെ തട്ടിപ്പാണ് ബ്ലസ്ലി നടത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ ക്രിപ്റ്റോ ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഉള്ള പരിപാടീസ് ഒക്കെ ഇതിനിടയിൽ കൂടെ നടത്തി അങ്ങനെ പിടിയിലായിരിക്കുകയാണ്. എന്താണ് വിവരങ്ങളെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ആക്ച്വലി ഈ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ ബ്ലസ്ലി ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കാശ് വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഈ കാശിനെ ക്രിപ്റ്റോ കറൻസി ആക്കി കൺവെർട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ ഉടമകളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ബ്ലസ്ലിയുടെ പേരിലുള്ള കേസ്. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ബ്ലസ്ലി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കയ്യോടെ പൊക്കിയത് ക്രൈം ബ്രാഞ്ചാണ്, പോലീസ് അല്ല പൊക്കിയത്, ക്രൈം ബ്രാഞ്ച് ആണ് പൊക്കിയിരിക്കുന്നത്. ഇത് ന്യൂസുകളിൽ വന്നു തുടങ്ങിയിട്ട് 3-4 മണിക്കൂർ ആയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ന്യൂസിൽ പറയുന്നതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഓക്കെ. ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിട്ടുണ്ട്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് യൂട്യൂബർ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്സി പോലീസിന്റെ പിടിയിലായത്. ഇംതിയാസ് വിവരങ്ങൾ. പ്രതീഷ്, ബിഗ് ബോസ് താരവും പ്രശസ്ത യൂട്യൂബറുമാണ് മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി. കൊല്ലം സ്വദേശിയാണ്. ഈ ഡിജിറ്റൽ നടത്തിയ പണമിടപാട്, ആ തട്ടിപ്പിലാണ് ഈ ബ്ലസ്ലിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതായത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ 3 മാസമായിട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അതിലാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് ഇപ്പോൾ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി എന്ന ഈ പ്രശസ്ത യൂട്യൂബറെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതായത് ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ വഴി, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം, ഈ പണം ഈ ബ്ലസ്ലി കളക്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് അത് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അതല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ ബ്ലസ്ലി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ബ്ലസ്ലിയെ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ്. കാക്കൂർ പോലീസാണ് പിടികൂടിയത്. കഴിഞ്ഞ 9-ന് പിടികൂടിയിരുന്നു, റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ്. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ തിരിച്ച് ജയിലിൽ പോവുകയും ചെയ്യും. ഇതിനോടകം സംസ്ഥാനത്തുടനീളം 114 കോടിയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നിരവധി മ്യൂൾ അക്കൗണ്ടുകൾ ഇതിനോടകം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൊടുവള്ളി ഭാഗത്താണ്, അതായത് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയതും ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരുള്ളതും കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലും വ്യാപകമായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. ഈ 500ഓളം അക്കൗണ്ടുകൾ ഇതിനോടകം ട്രേസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 1 മാസത്തിനകം ഈ ട്രേസ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തുക എന്നതാണ് പോലീസിന്റെ ദൗത്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബ്ലസ്ലിയെ പിടികൂടിയിരിക്കുന്നത്. ബ്ലസ്ലിയെ ചോദ്യം ചെയ്താൽ ഇനിയും കുറെ ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് പോലീസിന് ഉള്ളത്. എന്തായാലും ശരിക്കും ഷോക്കിംഗ് ആയൊരു ന്യൂസാണ്. കാരണം ബ്ലസ്ലി അല്ല, ഇതിന്റെയൊക്കെ തലവൻ വേറെ ആരോ ഉണ്ട്. ഇപ്പൊ ബ്ലസ്ലിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിറകിലുള്ള എന്താ പറയാ ആൾക്കാരെ കിട്ടും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ബ്ലസ്ലിയെ 9-ാം തീയതി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട്. നാളെ ജയിലിലാക്കുമെന്നാണ് പറയുന്നത്. സോ എനിക്കറിയില്ല ഇതിന്റെ കൂടുതൽ നിയമ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം ബ്ലസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സോഷ്യൽ മീഡിയ നിറച്ച് പോസിറ്റീവ് വൈബ്സ് മാത്രം നിറച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബിഗ് ബോസ് താരം മാത്രമല്ല, ഒരു പാട്ടുകാരൻ കൂടിയാണ്. അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരാൾ കൂടിയാണ് ബ്ലസ്ലി. അതായത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലരും അല്ലെങ്കിൽ ആരാധിക്കുന്ന പലരുടെയും തനി രൂപം ശരിക്കും മറ്റൊന്നായിരിക്കും എന്ന് കാണിച്ചു തന്ന ഒരു സംഭവമാണ് ഈ ഒരു ന്യൂസ്. ശരിക്കും ഇത് ക്രൈംബ്രാഞ്ച് പൊക്കിയതാണ്. 114 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ സാധനമാണോ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. അത് ജോലി വാഗ്ദാനം ചെയ്ത് ഈ പറയുന്നത് പോലെ മ്യൂൾ അക്കൗണ്ടുകളിൽ വഴി വരുന്ന കാശ് ക്രിപ്റ്റോ കറൻസി ആക്കി കൺവെർട്ട് ചെയ്ത് ഇതിന്റെ തല തൊട്ടപ്പന്മാർക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടി. ഇനിയും ആൾക്കാരെ പൊക്കാൻ ബ്ലസ്ലിയെ ചോദ്യം ചെയ്താൽ
പരിപാടികൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് കരുതിയാണ് ബ്ലസ്ലിയെ കസ്റ്റഡിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. സോ ബ്ലസ്ലി ഇതിനകത്തൊരു ചെറിയ പോർഷൻ മാത്രമാണ്, പക്ഷേ ക്രിമിനൽ കുറ്റമാണ്. എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഭയങ്കര വിഷമകരമായ ഒരു ന്യൂസാണ്. ബ്ലസ്ലി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിഷമമായി. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.